രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേരിട്ട് പ്രചരണത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഏപ്രിൽ 3-ന് ഇവിടേക്ക് എത്തുന്ന രാഹുൽ അന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആവേശത്തിനിടയിലും വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയാവുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. 4 ബാങ്കുകളിലെ 11ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ കോൺഗ്രസ് പിന്നോട്ടു പോയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ അടുത്തൊരു പിരിവ് നടന്നതിനാൽ കേരളത്തിലെ ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അടുത്ത പിരിവിന് പോകാൻ മടിയുമുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും വരെ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി വിപരീതമാണ്. കാര്യമായ ബോർഡുകളോ ബാനറുകളോ എവിടെയും കാണാനില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എങ്കിലും രാഹുൽ വരുന്ന പരിപാടി ആഘോഷമാക്കി തന്നെ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. രാഹുൽ ഗാന്ധി വരുമ്പോൾ റോഡ് ഷോ നടത്തുമെന്നും ഇപ്പോഴത്തെ മങ്ങലിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദീഖ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില പരുങ്ങലിലാണെന്നതും ഉറപ്പിക്കാം. ഇനി ജനങ്ങളിൽ നിന്നുള്ള പിരിവ് മാത്രമാകും കോൺഗ്രസിന് മുൻപിലുള്ള ഏക പോംവഴി. അതിനും പരിമിതികളുണ്ട്. എന്നാൽ നിലവിൽ സംസ്ഥാനം ഭരിക്കുന്ന CPM-നോ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് യഥേഷ്ടം ഫണ്ട് ലഭിക്കുന്ന BJP-ക്കോ സാമ്പത്തിക പ്രതിസന്ധികളില്ല. അത് ഇരു കൂട്ടരുടെയും പ്രചരണ പരിപാടികളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. രാഹുലിനെ പോലെ ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്ന മണ്ഡലമായിട്ടുകൂടി അതിന്റെ പകിട്ടിനൊത്ത ഒരുക്കങ്ങൾ വയനാട്ടിൽ നടത്താൻ കഴിയാത്തത് ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. എങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെ നിസ്സഹായരാണ്. ആദായ നികുതി വകുപ്പിന്റെ പിടിയിൽ പെട്ടുഴലുന്ന പാർട്ടിക്ക് മറ്റു പോംവഴികൾ തേടേണ്ടി വരുമെന്ന് ചുരുക്കം. അതേസമയം വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണ തനിക്കൊപ്പമെന്ന് പറയുകയാണ് LDF സ്ഥാനാർത്ഥി ആനി രാജ. പ്രചരണം മാർച്ച് 1 മുതൽ ആരംഭിച്ചിരുന്നു. അന്നു മുതൽ ജനങ്ങൾ തനിക്ക് നൽകുന്ന പിന്തുണ വലുതാണ്. ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ഇതുവരെ പോയി കണ്ടിരുന്നു. പലതും ഇടതുപക്ഷ മേഖലയായിരുന്നില്ല. അവിടെയൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ സംസാരിച്ചതെന്നും ആനി രാജ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ വളർന്നു വരികയാണ്. അതിനെ എതിർക്കുന്നതിന്റെ UAPA അടക്കമുള്ളവ നേരിടുന്നുണ്ട്. അതുപോലെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി അവർക്ക് മതസ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഉണ്ടാവണം. നമ്മുടെ രാജ്യം അത്തരം ഒരു മതേതര രാജ്യമാണ്. അതിനു മുന്നിൽ RSS ഇപ്പോൾ ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി ചരിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രേഖപ്പെടുത്താൻ പോവുകയാണ്. ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി നടന്നിട്ടുണ്ട്. സുരേന്ദ്രൻ സംസാരിക്കേണ്ടത് മണിപ്പൂരിനെ കുറിച്ചും അമിത്ഷായുടെ പോലീസിനെ കുറിച്ചുമാണ്. BJP-യുടെ ഡബിൾ എഞ്ചിൻ ഡബിൾ ഡേഞ്ചർ ആണെന്നാണ് ആനി രാജ തുറന്നടിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ മത്സരം തന്നെ കാഴ്ചവെക്കാൻ ലക്ഷ്യമിട്ട് K സുരേന്ദ്രനും ആനി രാജയും ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു പടി കൂടി മുകളിൽ നിൽക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ കഴിഞ്ഞ തവണത്തെ വമ്പൻ നേട്ടം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ആവർത്തിക്കാൻ കഴിയൂ എന്നതും പറയാതെ വയ്യ.